ഹായ് ഹലോ വെൽക്കം ടു നാസൂസ് വേൾഡ്. നാസൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് ചെറിയൊരു ഗാർഡൻ ടൂറാണ്. നമ്മുടെ ഗാർഡനിൽ കുറച്ച് പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് കരുതി. ഈ കാണുന്നത് സാറ്റയാണ്. നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് സാറ്റ. അടുത്തതായിട്ട് കാണുന്നത് സിംഗിൾ പെറ്റിൽ നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ്. കൃഷ്ണ എന്നാണ് ഇതിൻ്റെ പേര്. കൃഷ്ണ നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. നമുക്ക് ഓരോ സ്റ്റാൻഡിങ് ലീഫിൻ്റെ കൂടെയും ബഡൊക്കെ വരുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു കളറാണ് കൃഷ്ണയുടേത്. ഒരു റെയർ കളറാണ് ഇതിൻ്റെത്. അടുത്തത് കാണുന്ന വെറൈറ്റി D9 ആണ്. ഇതിന്ന് വിരിഞ്ഞിട്ടുള്ള D9 ആണ്. റിപ്പോർട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള ഫ്ലവറാണിത്. D9ഉം നന്നായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. നമുക്ക് ഫ്ലോട്ടിംഗ് ലീഫിൽ തന്നെ ബഡൊക്കെ വരാൻ തുടങ്ങുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ആ സമയത്ത് വരുന്ന ബഡിന് ചിലപ്പോൾ സീഡ് പോഡ് ഉണ്ടാവില്ല, എന്നാലും നല്ല അടിപൊളി ഫ്ലവറാണ്. അടുത്തതായിട്ട് കാണുന്നത് ധ്രുവ എന്ന വെറൈറ്റിയാണ്. ധ്രുവ നമ്മൾ ട്യൂബറൊക്കെ എടുത്തതിന് ശേഷം ബാക്കി വന്ന റണ്ണേഴ്സ് ആ പോട്ടിൽ തന്നെ അങ്ങനെ തന്നെ പോട്ട് ചെയ്തതായിരുന്നു. വേറെ വളങ്ങളൊന്നും ചെയ്തിട്ടില്ല. നല്ലൊരു കളറാണ് ധ്രുവയുടേത്. നല്ലൊരു അടിപൊളി ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. ധാരാളം ബഡുകളൊക്കെ വരും. അടുത്ത വെറൈറ്റി പിങ്ക് ക്ലൗഡാണ്. പിങ്ക് ക്ലൗഡിൻ്റെ മെച്ചുവേർഡ് ഫ്ലവറാണ് ഈ കാണുന്നത്. സീഡ് പോഡോട് കൂടി വന്നിട്ടുള്ള ഫ്ലവറാണ്. എന്തായാലും നമ്മുടെ താമര കളക്ഷനിൽ ഉൾപ്പെടുത്തേണ്ടുന്ന ഒരു വെറൈറ്റി തന്നെയാണ് പിങ്ക് ക്ലൗഡ്. ഒരുപാട് പെറ്റൽ കൗണ്ടുള്ള നല്ലൊരു കളറാണ് കാണാനായിട്ട്. നല്ല ഭംഗിയാണ്. അടിപൊളി ബ്ലൂമറാണ്. അടുത്തത് കാണുന്നത് നീലിമയാണ്. നീലിമയുടെ കുട്ടി ഫ്ലവറാണ്. വേറെ വളമൊന്നും വെച്ച് കൊടുത്തിട്ടില്ല ഞാൻ. ഇത് കാണുന്നത് വൈറ്റ് സ്വാൻ ആണ്. വൈറ്റ് സ്വാൻ്റെ നല്ലൊരു അടിപൊളി ഫ്ലവറാണിത്. നല്ല പെറ്റൽ കൗണ്ടുള്ള ഒരു വെറൈറ്റിയാണ് വൈറ്റ് സ്വാൻ. അതുപോലെ തന്നെ നന്നായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ്. അടുത്ത വെറൈറ്റി വരുന്നത് ദ്രോണ എന്ന വെറൈറ്റിയാണ്. ദ്രോണയും നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. ഇതിൻ്റെ പെറ്റൽ അറേഞ്ച്മെൻറ്റ്സ് വേറൊരു ഭയങ്കര വ്യത്യസ്തമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ലൊരു ബ്ലൂമറാണ്. അടുത്തത് കാണുന്നത് യെല്ലോ ഗാർണറ്റിൻ്റെ ഫ്ലവറാണ്. യെല്ലോ ഗാർണറ്റും നന്നായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല കൂർത്ത ഇതളുകളോട് കൂടിയിട്ടുള്ളൊരു താമര ആണിത്. ഇത് AW7 റെഡ് എന്ന വെറൈറ്റിയാണ്. വിരിയാനായിട്ട് നിൽക്കുകയാണ്. ഇപ്പം ഞാൻ വിരിയിച്ച് കൊടുത്തതാണ്. നല്ല കളറാണ് AW7 റെഡിൻ്റേത്. അടുത്തത് കാണുന്നത് വൈഡൂര്യ എന്ന വെറൈറ്റിയാണ്. വൈഡൂര്യയും ഒരുപാട് പൂക്കളും മൊട്ടുകളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഇതിപ്പോൾ 2 ദിവസമായ ഫ്ലവറാണ്. ഇതുണ്ടല്ലേ, നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് വൈഡൂര്യ. ഈ കാണുന്നത് നമ്മുടെ ഇന്ന് വിരിഞ്ഞ ശ്വേതയാണ്. ശ്വേതയും ഒരുപാട് പൂക്കൾ തന്നു. നല്ല വലിപ്പമുള്ള പൂക്കളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സീഡ് പോഡോട് കൂടി വന്നിട്ടുള്ള ഫ്ലവറാണിത്. വലിയ പൂക്കളാണ്. നല്ലൊരു സുഗന്ധമുള്ളൊരു താമരയാണ് ശ്വേത. കണ്ടില്ലേ, ഇനിയും ബഡുകളുണ്ട്. വലിയ ബഡുകളാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട്. ഇത് കണ്ടില്ലേ, ഇവിടെയും ബഡുണ്ട്. അടുത്തത് കാണുന്നത് S1 ആണ്. S1 നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി, ബൗൾ വെറൈറ്റിയിൽ വരുന്ന ഒരു ബൗൾ ടു മീഡിയം സൈസിൽ ഫ്ലവേഴ്സ് തരുന്ന ഒരു വെറൈറ്റിയാണ് S1. നന്നായിട്ട് പൂക്കും. കണ്ടില്ലേ, ഇനിയും ബഡുകളൊക്കെ വരുന്നുണ്ട്. നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് S1. അടുത്തതായിട്ട് കാണിക്കുന്നത് സൂര്യമുഖിയാണ്. സൂര്യമുഖിയുടെ ബഡാണിത്. ഇനി ഒരു ദിവസം കൂടി കഴിഞ്ഞാലാണത് നല്ല ഭംഗിയിൽ വിരിഞ്ഞ് കിട്ടുക. ഇതിപ്പോൾ ഞാൻ വിരിയിച്ചതാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട്. ശരിക്കും സൂര്യനെ പോലെ തന്നെയാണിത്. ഈ കാണുന്നത് പിങ്ക് കോറൽ എന്ന വെറൈറ്റിയാണ്. പിങ്ക് കോറൽ നല്ലൊരു ബ്ലൂമറാണ്. പിന്നെ നല്ല കളറുള്ള, ഇത്ര തന്നെ കളർ ഇതിനുണ്ട് കേട്ടോ. നല്ല കളറാണ് ഇതിൻ്റെ ഫ്ലവർ. അതുപോലെ നന്നായി പൂക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് ഹിന്നാബി എന്നൊരു വെറൈറ്റിയാണ്. ഹിന്നാബിയുടെ ഫസ്റ്റ് ഫ്ലവറാണിത്. ഒരുപാട് ബഡൊക്കെ വന്നെങ്കിലും എല്ലാം കരിഞ്ഞു പോയി. ആദ്യമായിട്ട് വിരിഞ്ഞ് കിട്ടിയ ഫ്ലവറാണിത്. ഇത് നമ്മുടെ എംബാപ്പെ. ഇത്രയൊക്കെയാണ് നമ്മുടെ ഗാർഡനിൽ വിരിഞ്ഞിട്ടുള്ള പൂക്കൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. ഇനിയും വീണ്ടും നമ്മുടെ ഗാർഡനിലെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.